ഇത് നമ്മുടെ സമൂഹം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഫുഡ് അഡൾട്രേഷൻ അഥവാ ഭക്ഷണത്തിലൂടെ വരുന്ന മായം. എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ മായം കലരുന്നത്? നമ്മൾ തീർച്ചയായും വാങ്ങിക്കുന്ന രീതി തെറ്റാണെങ്കിൽ ഭക്ഷണത്തിൽ മായം കലരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഏത് രീതിയിലൂടെ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്? നമ്മൾ തൊട്ടടുത്ത കടയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അവരാണ് ആ ഉൽപ്പന്നം ഉണ്ടാക്കിയത് അല്ല. ഇവരുടെ മുകളിൽ ഒരു ഹോൾസെയിൽ ഏജന്റ് ഉണ്ടായിരിക്കും, അവരുടെ മുകളിൽ ഒരു ഏരിയ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരിക്കും, അവരുടെ മുകളിൽ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരിക്കും, കാരിയർ ഫോർവേഡ് ഉണ്ടായിരിക്കും, സ്റ്റോക്കിസ്റ്റ് ഉണ്ടായിരിക്കും, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ടായിരിക്കും. ഇവരുടെ മുകളിലായിരിക്കും ഒരു കമ്പനി ഉണ്ടായിരിക്കുക. അപ്പൊ കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നം നേരിട്ട് കിട്ടാനുള്ള ഒരു അവസരം ഇന്ന് ഉപഭോക്താവിനില്ല. അപ്പൊ ഈ ഇടനിലക്കാര് അതിൽ ഉൽപ്പന്നങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നം കൊണ്ടുവന്നാൽ തീർച്ചയായും നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് രോഗം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 2006 കേന്ദ്ര ഗവൺമെന്റ് കണക്ക് പ്രകാരം 52% ഉൽപ്പന്നത്തിലും മായമാണെന്ന് തെളിയിച്ചതാണ്. നമുക്കിതെല്ലാവർക്കും അറിയാം. നമ്മുടെ പത്ര മാധ്യമങ്ങളിൽ ഫുഡ് അഡൾട്രേഷൻ, മായം കലർന്ന് പിടിച്ചതും ഒക്കെ നമ്മൾ കാണുന്നു. പക്ഷെ ഇതേ ഒരു സിസ്റ്റത്തിലൂടെയാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ തീർച്ചയായും